നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള വാച്ച്മാൻ തസ്തികയിലേക്ക് 36 വേക്കൻസികളോട് കൂടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോഴും വന്നിരിക്കുകയാണ്. 1-ാം തീയതിയാണ്, 1/9 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ വിജ്ഞാപന തീയതി ഇവിടെ കിടപ്പുണ്ട്. 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം വാച്ച്മാൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക്, ഇത് വാച്ചർ എന്ന് പറയുന്ന പോസ്റ്റ് അല്ല, വാച്ചറും വാച്ച്മാനും തമ്മിൽ തിരിഞ്ഞു പോരുത്. വാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലറിക്കൽ പോസ്റ്റ് തന്നെയാണ്. അതായത് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് വരുന്ന, സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പോസ്റ്റാണ് വാച്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഇത് വാച്ച്മാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് ആ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വാച്ച്മാൻ എന്ന് പറയുന്ന തസ്തികയിൽ തന്നെയാണ്. അവിടുത്തെ മേലോട്ടവും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന, അതിന്റെ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന വാച്ച്മാൻ എന്ന് പറയുന്ന തസ്തിക തന്നെയാണ്. ആ തസ്തികയിലേക്ക് 38 ഒഴിവുകളാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വരേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ വേക്കൻസികൾ എന്ത് ചെയ്യാൻ വരാം. നിലവിൽ തന്നെ എത്ര വേക്കൻസി ഉണ്ട്? 38 വേക്കൻസികളോട് കൂടിയിട്ടാണ് ഈ പറയുന്ന വാച്ച്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഏകദേശം ഒരു 10-12ഓളം ക്ഷേത്രങ്ങൾ അടങ്ങുന്ന ഒരു ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ഈ ദേവസ്വം ബോർഡിലേക്കാണ് 38 പോസ്റ്റുകളിലേക്ക് വാച്ച്മാൻ എന്ന് പറയുന്ന തസ്തിക വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ അവസാന തീയതി 30/9/2025 ആണ്. ഈ മാസം, അതായത് 2025 സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് ക്വാളിഫിക്കേഷൻ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. പകരം ഇവിടെ നോക്കിയേ, 54/2025 എന്ന കാറ്റഗറി നമ്പറിലുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഈ നോട്ടിഫിക്കേഷന്റെ യഥാർത്ഥത്തിലുള്ള തസ്തികയുടെ പേര് വാച്ച്മാൻ എന്നുള്ളതാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. 23,000 മുതൽ 50,200 വരെയാണ് സാലറി വരിക. 23,000 മുതൽ 50,200 വരെയാണ് സാലറി വരിക. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. അപ്പൊ 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള ഒരു സുവർണാവസരമാണ്. 38 വേക്കൻസികളിലേക്കാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ 23,000-നും 50,200-നും ഇടയ്ക്ക് സാലറി കിട്ടാവുന്ന ഒരു നല്ല പോസ്റ്റ്, 7ാം ക്ലാസ് യോഗ്യതയിലുള്ള ഒരു നല്ല പോസ്റ്റാണ് വാച്ച്മാൻ പോസ്റ്റ് എന്ന് പറയുക. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ വാച്ച്മാൻ തസ്തികയിലേക്ക് ആരൊക്കെ അപേക്ഷിക്കരുത്? സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല, ഭിന്നശേഷിക്കാരും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. ചിലപ്പോൾ സ്ത്രീകൾ കയറി അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ ചിലപ്പോൾ നടക്കും, പക്ഷെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് വരില്ല. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതല്ലാത്ത എല്ലാവർക്കും, മെയിൽ ആയിട്ടുള്ള ഭിന്നശേഷി ഇല്ലാത്ത എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം വാച്ച്മാൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക് സ്ത്രീകൾക്കോ ഭിന്നശേഷിക്കാർക്കോ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിലവിൽ 38 ഒഴിവുകളാണ് ഇവിടെ പറയുന്നുണ്ട്. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലനിൽക്കും. അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അത് തന്നെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ എടുത്തിരിക്കുന്ന ആളുകളെല്ലാം 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തു, നിയമിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് ഇടാം. അപ്പൊ പിന്നെ ഈ റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടാവില്ല, കാര്യമില്ല. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റ് മുഴുവൻ ആളുകളെയും അതിനുള്ളിൽ എടുത്താൽ മറ്റൊരു റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാം, ഇതേ തസ്തികയിൽ തന്നെ വരാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. ഡയറക്റ്റ് ആയിട്ട് KDRBയിൽ കയറി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതിലൂടെ KDRB എക്സാം നടത്തും. ആ എക്സാമിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രായപരിധി ശ്രദ്ധിച്ചു കേൾക്കുക. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അതായത് പുരുഷന്മാരായിട്ടുള്ള സ്ത്രീകളോ ഭിന്നശേഷിക്കാരോ അല്ലാത്തവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യോഗ്യത മനസ്സിലാക്കുക. 1/1/2007-നും 2/1/1989-നും ഇടയിൽ ജനിച്ചവർക്ക്. ഓക്കെ, 2/1/1989-നും 1/1/2007-നും ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പൊ 2/1/1989-നും 1/1/2007-നും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾ OBC കാറ്റഗറിയുള്ള ആളുകളാണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 2/1/1986-നും 1/1/2007-നും ഇടയിൽ ജനിച്ച ആളുകൾക്ക് ഈ പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി നിങ്ങളൊരു SC/ST കാറ്റഗറി ആണെന്ന് വിചാരിക്കുക. SC/ST നിങ്ങൾ 2/1/1984-നും
1/1/2007 ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കുക. ഹിന്ദുസിന് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇത് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ആണ്. ഹിന്ദുസിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. EWS കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേക സംവരണം ഇവിടെ നിന്ന് നേടിയെടുക്കാനായിട്ട് പറ്റും. EWSന് ഏജ് റിലാക്സേഷൻ ഇല്ല, പ്രത്യേക സംവരണം നേടിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അപേക്ഷാ ഫീസ് ഉണ്ട്. 300 രൂപയാണ് അപേക്ഷാ ഫീസ്. ജനറൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ 300 രൂപയാണ് അടയ്ക്കേണ്ടത്. SC ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ 180 രൂപ വീതം അടയ്ക്കണം. ഇനി OBS കാറ്റഗറി ആണെങ്കിലും ജനറൽ കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ 300 രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC ആണെങ്കിലും EWS കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ 300 രൂപ തന്നെ അടയ്ക്കണം. SC ST കാറ്റഗറി ആണെങ്കിൽ പകുതി പൈസ 150 രൂപ അടച്ചാൽ മതിയാകും. ആ കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ പരീക്ഷ ഫീസ് ഉണ്ട്. 300 രൂപയാണ് ജനറൽ കാറ്റഗറി, OBC EWS കാറ്റഗറിയിലുള്ളവർക്ക്. SC ST കാറ്റഗറി ആണെങ്കിൽ 150 രൂപ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പേ ചെയ്താൽ മതിയാകും. 30/9/2025 അർദ്ധരാത്രി 12 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി. KDRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. എങ്ങനെയാണ് KDRBയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു വിവരം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്രിയേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതിന്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് വാച്ച്മാൻ തസ്തിക. ഈ വാച്ച്മാൻ തസ്തിക 7th ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ബാച്ച്, അതായത് നമ്മുടെ നിലവിലുള്ള ബാച്ച് റണ്ണിങ് ആണ്. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും കിട്ടുക. അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടന്റ് ആണ്, നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലൈവ് സെഷൻസ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കിട്ടും. ദെൻ സ്ലൈഡ് അല്ലാത്ത കൃത്യമായിട്ടുള്ള PDF ഫോർമാറ്റിലുള്ള A4 സൈസിലുള്ള PDF ഫോർമാറ്റിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യവും അവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് ചെയ്യാനായിട്ട് പറ്റും, അതായത് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സാമിന്റെ ആ ദിവസം വരെയുമുള്ള എല്ലാ സപ്പോർട്ടും കൃത്യമായിട്ട് തരാനായിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പോഴൊരു ഓണം ഓഫർ നിലവിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓണം 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ 20% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ബാച്ചിലർ ജോയിൻ ചെയ്ത് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കുക. നിലവിലുള്ള വേക്കൻസി ഇനി കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ കാണും. നമ്പർ മറക്കണ്ട, 8281223366. താങ്ക് യു സോ മച്ച്.